വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീം വലിയ പ്രതിസന്ധിയിൽ വീണിരിക്കുകയാണ്. ഏകദിന ലോകകപ്പിൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടതോടുകൂടി തന്നെയാണ് ഹർമൻപ്രീത് കൗറും ഇന്ത്യൻ ടീമും വലിയ പ്രതിസന്ധിയിൽ വീണിരിക്കുന്നത്. അവസാനം കളിച്ച ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം വിജയിക്കാവുന്ന മത്സരം ആയിട്ടും ഇന്ത്യ 4 റൺസിന്റെ അകലെയാണ് വിജയം കൈവിട്ട് കളഞ്ഞത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ സെമി പ്രതീക്ഷകൾക്ക് ഇപ്പോൾ വൻ തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. 3 ടീമുകളാണ് നിലവിൽ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകളാണ് സെമിയിൽ പ്രവേശിച്ചിരിക്കുന്ന ടീമുകൾ. ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും 9 പോയിന്റ് ഉള്ളപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് 8 പോയിന്റാണ് ഉള്ളത്. ഇനി ഒരു ടീമിന് മാത്രമാണ് സെമിയിലെത്താൻ അവസരമുള്ളൂ. ഈ ഒരു ടീം ഏതാകും എന്ന് അറിയാനുള്ള ആകാംക്ഷ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ ആയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യക്കും ന്യൂസിലാൻഡിനുമാണ് മുൻതൂക്കമുള്ളത്. ഇരു ടീമുകൾക്കും 4 പോയിന്റാണ് ഉള്ളത്. എന്നാൽ പോയിന്റ് ടേബിളിൽ ഇന്ത്യ 4ാം സ്ഥാനത്തും ന്യൂസിലാൻഡ് 5ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇനി അവശേഷിക്കുന്നത് 2 മത്സരങ്ങൾ മാത്രമാണുള്ളത്. ആ 2 മത്സരങ്ങളും വിജയിച്ചാൽ ഇന്ത്യക്ക് തടസ്സം കൂടാതെ സെമി ഫൈനലിൽ എത്താൻ കഴിയും. ന്യൂസിലാൻഡിനെതിരെയും ബംഗ്ലാദേശിനെതിരെയുമാണ് ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾ. ഇതിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരത്തിന്റെ ഫലം തന്നെയാകും ഇന്ത്യയെ സംബന്ധിച്ച് സെമി ഫൈനലിലെ പ്രതീക്ഷയിൽ നിർണായകമാകുന്നത്. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യങ്ങൾ ഏറെ കുഴപ്പത്തിലാകും. ക്രിക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.